മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം അവസാനിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തു. കേരളത്തിലെ ഉജ്ജ്വല വിജയത്തിൽ രാഹുൽ ഗാന്ധി അഭിനന്ദനം അറിയിച്ചെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നിരീക്ഷകർക്കൊപ്പം തിരുവനന്തപുരത്തേക്കുള്ള മടക്കയാത്ര ചെന്നിത്തല നീട്ടിവെച്ചു. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, ഒരു ഭാഗത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉണ്ട്. അത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ്, അതോടൊപ്പം കെ.സിക്കും ചെന്നിത്തലയ്ക്കും വേണ്ടി വാദിക്കുന്നവർ. ഫ്ലക്സ് യുദ്ധം ഒരു ഭാഗത്ത് കനക്കുന്നു. എന്തായാലും കെ.സിയും അതോടൊപ്പം ചെന്നിത്തലയും ചേർന്ന് ഉള്ള ആ യോഗം കഴിഞ്ഞിരിക്കുന്നു. വി.ഡി. സതീശൻ ഉടൻ തലസ്ഥാനത്തേക്ക് പോകുന്നു. ഇനി നിരീക്ഷകരുടെ വരവാണ്. ഓരോ എം.എൽ.എമാരെയും കേൾക്കും. ഇനിയുള്ള ദിവസങ്ങൾ ഈ തരത്തിൽ ചർച്ചകളാണ്. ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ചോദ്യം ആരാകും ആ കസേരയിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. രജീഷേ, അതുതന്നെയാണ്. കാരണം 11:30 നടന്ന ചേർന്ന യോഗം 1 മണി ഏകദേശം 12:50 വരെ നീണ്ടു നിന്നു എന്നതാണ് നമുക്ക്. കാരണം കേരളത്തിലെ വിഷയങ്ങൾ പൂർണ്ണ രൂപത്തിൽ രാഹുൽ ഗാന്ധിയുമായി ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ രമേശ് ചെന്നിത്തല പോയ ശേഷവും കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയായി ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത് വളരെ താൻ ചർച്ചയിൽ സന്തോഷവാനാണ് എന്നാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ വിജയത്തിൽ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു എന്നും വ്യക്തമാക്കി. ഇത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന വരികൾക്കൂടെ വായിക്കാൻ കഴിയുന്ന കാര്യം, ചർച്ച പൂർണ്ണമായിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ചർച്ചയിലേക്ക് ഇനിയും ചർച്ച നടത്തേണ്ടി വരും. ഈ ചർച്ചകളിൽ ഒരു തീരുമാനം ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തതയോടെ ലഭിക്കും. രുചീഷെ, ഇപ്പോൾ നടന്നിരിക്കുന്നത് 11:30 മണിയുടെ കേരളത്തിലെ വിഷയങ്ങൾ പൂർണ്ണ രൂപത്തിൽ ചർച്ചയായി എന്നു തന്നെ നമുക്ക് കരുതാം. കാരണം മഹാരാഷ്ട്രയിലെ ചർച്ചക്കാണ് വന്നത് എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും മഹാരാഷ്ട്രയിലെ PCC പ്രസിഡന്റോ മഹാരാഷ്ട്രയിലെ നേതാക്കളോ ആരും തന്നെ ചർച്ചയില്ല. കെ.സി. വേണുഗോപാലും അതേപോലത്തെ രാഹുൽ ഗാന്ധിയും അതേപോലെ രമേശ് ചെന്നിത്തലയാണ്. പിന്നെ തുടർന്നാണ് രാഹുൽ ഗാന്ധി കേരള വിജയത്തെക്കുറിച്ച് സംസാരിച്ചെന്നും അഭിനന്ദിച്ചുവെന്നും പറയാം. അതായത് രാഹുൽ ഗാന്ധി കേരളത്തെ വിജയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആരായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ദീർഘമായ ഒരു ചർച്ച നടന്നിരിക്കണം. കാരണം കെ.സി. വേണുഗോപാൽ അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുമിച്ച് ഇത്തരം ഒരു ചർച്ച, അതും രാഹുൽ ഗാന്ധിയെ നടത്തുന്ന ചർച്ചയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യം തീർച്ചയായും ചർച്ചയായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും നിരീക്ഷകർ 3:30 മണിക്ക് നിരീക്ഷകർ കേരളത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം യോഗം നേരത്തെ കഴിഞ്ഞതിനാൽ രമേശ് ചെന്നിത്തല ഈ വിമാനത്തിൽ തന്നെ തിരിച്ചു പോകുമോ എന്നത് കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയായിട്ടില്ല. രമേശിന് ഇനി കെ.സിയുമായിട്ട് തനിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന കാര്യവും നമുക്ക് ഇപ്പോൾ അറിയില്ല. കേരള ഹൗസിലേക്ക് രമേശ് ചെന്നിത്തല ഇവിടെ നിന്ന് 10ാം നമ്പർ ജനപഥിൽ നിന്ന് കേരള ഹൗസിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്ന് 3:30 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് അദ്ദേഹം പോകുന്നത്. ഉടൻ തന്നെ അവിടെ നിന്ന് അദ്ദേഹം പുറത്ത് വിമാനത്താവളത്തിലേക്ക് പോകും. എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തതയോടെ പറയാൻ കഴിയും, ഈ ചർച്ചയിൽ കേരള വിഷയം, മുഖ്യമന്ത്രി വിഷയം ദീർഘമായി അല്ലെങ്കിൽ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. രമേശ് ചെന്നിത്തല അതിവേഗം തീരുമാനമായില്ലെങ്കിൽ വീണ്ടും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതും നീളുന്ന സാഹചര്യത്തിലേക്ക് പോകും. വളരെ വേഗത്തിൽ തന്നെ ഈ ചർച്ചകളൊക്കെ തീർക്കേണ്ടതുണ്ട്. അത് നാട്ടിലെത്തി അത് നിരീക്ഷകർ ഓരോ എം.എൽ.എമാരെയും കണ്ട് ആ തീരുമാനം എടുക്കണം. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ ഒരു അപ്രൂവൽ കൂടി വരേണ്ടതുമുണ്ട്. അതെ രുചീഷ, അത് തന്നെയാണ്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിരീക്ഷകർ എത്തി 2 ദിവസം 103 എം.എൽ.എമാരെയും ഒറ്റക്കൊട്ട് കാണെങ്കിൽ 2 ദിവസമെങ്കിലും നിരീക്ഷകർ പൂർണ്ണ രൂപത്തിൽ കേരളത്തിലുണ്ടാവണം. 48 മണിക്കൂറില്ലെങ്കിൽ കോൺഗ്രസിലെ മുഴുവൻ എം.എൽ.എമാരെയും കാണാൻ കഴിയില്ല. അതുപോലത്തെ മുതിർന്ന നേതാവ് A.K. ആന്റണി അടക്കമുള്ളവരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്. മുതിർന്ന എം.പിമാരുണ്ട്, ശശി തരൂർ, അതുപോലത്തെ മുതിർന്ന ബെന്നി ബെഹനാൻ അടക്കമുള്ള എം.പിമാരുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്ത് ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കാനും എന്തായാലും ഒരു ദിവസം എടുക്കും. അങ്ങനെയാണ് ണെങ്കിൽ 3 ദിവസം ഈ പ്രോസസ്സ് തന്നെ ഈ പ്രക്രിയക്ക് തന്നെ മാറ്റിവെക്കേണ്ടി വരും. ഈ തരത്തിൽ ഈ തീരുമാനമെടുക്കുന്നത് നീണ്ടുപോകുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതായാലും ഉടനടി ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നതാണ് ഇന്ന് ഈ യോഗത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന. എന്തായാലും ആദ്യഘട്ടത്തിലുള്ള ഈ ചർച്ച പുരോഗമിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗം, പ്രാഥമികമായി നടത്തിയ യോഗം അവസാനിച്ചു. ഇനി നിരീക്ഷകർ കേരളത്തിലേക്ക് വരണം. പ്രധാനപ്പെട്ട ഈ എം.എൽ.എമാരെ മുഴുവൻ ആളുകളെയും കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനത്തിലേക്ക് പോവുക. അത് പിന്നീട് ഹൈക്കമാൻഡ് അപ്രൂവൽ നൽകുകയും വേണം.